ഹലോ. ഇന്ന് നമുക്കൊരു മിനി ടുലിപ്സ് ഉണ്ടാക്കിയാലോ? നമുക്ക് മാജിക് റിങ് ചെയ്തെടുക്കാം. മാജിക് റിങ്ങിന്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാജിക് റിങ് ചെയ്തതിന് ശേഷം 6 സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. ഇനി 5 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അതായത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യ ആണ് നമ്മൾ റൗണ്ട് 1 ചെയ്യുന്നത്. ആറ് സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം എപ്പോഴത്തെയും പോലെ യാണൊന്ന് വലിച്ച് മാജിക് റിങ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മുടെ റൗണ്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി ഒരു പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിച്ചിൽ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആവുമ്പോൾ 6 പ്രാവശ്യം ചെയ്യുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യ നമുക്ക് കിട്ടും. ഇതാണ് റൗണ്ട് 2. ആദ്യം തന്നെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ 12 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1. ഇനി നമ്മൾ റൗണ്ട് 3 എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പ്രാവശ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റിച്ചിലോട്ട് 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇതുപോലെ 6 പ്രാവശ്യം ചെയ്തെടുക്കുമ്പോൾ 18 സിംഗിൾ ക്രോഷ്യ കിട്ടും. അതായത് ഒരു സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്ത സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ. അഗെയിൻ ഈ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ 18 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം റൗണ്ട് 4 എങ്ങനെയാണെന്ന് നോക്കാം. റൗണ്ട് 4ല് 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതായത് 24 സിംഗിൾ ക്രോഷ്യ ആണ് നമുക്ക് റൗണ്ട് 4ൽ വേണ്ടത്. സോ ഒന്നാമത്തെ സ്റ്റിച്ചില്, അതായത് ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, അതിനുശേഷമുള്ള മൂന്നാമത്തെ സ്റ്റിച്ചിലോട്ട് 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അതാണ് ഇൻക്രീസ്. ഈ സെയിം പ്രോസസ് നമ്മൾ 6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ കിട്ടും. ഓക്കെ, ഞാൻ ഇവിടെ 24 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പ്രാവശ്യം ചെയിൻ ഇട്ട് കൊടുക്കാം. ഇനി റൗണ്ട് 5 എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു പ്രാവശ്യം ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ ആണുള്ളത്. ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതിൽ ഇൻക്രീസ് ഒന്നും വരുന്നില്ല. ഓരോ സ്റ്റിച്ചിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ. നമുക്ക് 24 സിംഗിൾ ക്രോഷ്യ കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഈ റൗണ്ട് 5 മുതൽ റൗണ്ട് 9 വരെ ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ 24 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ് ആണ് നമ്മൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. ചെയിൻ ഇട്ട് കൊടുക്കാം, 24 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതായത് ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നിങ്ങൾ എണ്ണി കൊടുക്കാം. 9 റൗണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ ഞാനിവിടെ റൗണ്ട് 9 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യാൺ കുറച്ച് അധികം വലിച്ചെടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇതിൽ കോട്ടൺ ഫില്ല് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്തതിന് ശേഷം നീഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതേപോലെ മറ്റേ വശവും നമ്മൾ എന്ത് ചെയ്യാം, ഇതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫ്ലവർ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് ഇതിന്റെ ലീഫും കാര്യങ്ങളും ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം തന്നെ മാജിക് റിങ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഗ്രീൻ കളർ യാണില് മാജിക് റിങ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് 8 പ്രാവശ്യം സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഓക്കെ, യാന് ജസ്റ്റ് ഒന്ന് വലിച്ച് മാജിക് റിങ് ക്ലോസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് എന്ത് ചെയ്യാം, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു പ്രാവശ്യം ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം സെയിം പ്രോസസ്സ്, അതായത് 8 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ ഓരോ സ്റ്റിച്ചിലോട്ടും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അപ്പൊ നമുക്ക് അഗെയിൻ 8 സിംഗിൾ ക്രോഷ്യ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ സെയിം പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 9 വരെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി യാണ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. അപ്പോ 9 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം, അതായത് സെക്കൻഡ് സ്റ്റിച്ചിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്, ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇതെല്ലാം നെക്സ്റ്റ് ചെയിനിലോട്ടാണ് ചെയ്യുന്നത്, സെയിം ചെയിനിലോട്ട് അല്ല. ഇനി നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്ന 3 സ്റ്റിച്ചിലോട്ടും ഓരോ ഡബിൾ ക്രോഷ്യ വീതം 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കണം. ഓക്കെ,
3 ഡബിൾ ക്രോഷ്യ ചെയ്തതിനു ശേഷം ഒരു പ്രാവശ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി ഒരു പ്രാവശ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മറ്റേ വശത്തൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഓരോ സ്റ്റിച്ചിലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിനു ശേഷം 3 പ്രാവശ്യം ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തതിനു ശേഷം ഒരു പ്രാവശ്യം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പ്രാവശ്യം സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ലീഫിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി യാണ് ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഈ 3 പീസസും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഗ്ലൂ ഗൺ ആണ് യൂസ് ചെയ്തത്. സോ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മിനി ട്യൂലിപ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇതുപോലെ ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.